ജർമ്മനി പോകുന്നതിന് മുൻപ് FST ആപ്ലിക്കൻസ് നിർബന്ധമായും ചെയ്യേണ്ട 10 തയ്യാറെടുപ്പുകൾ. വിസ കിട്ടി, ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രം മതിയോ? ഇല്ല. ജർമ്മനിയിൽ ഇറങ്ങുന്നതിന് മുൻപ് ഈ 10 കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ വരാം. പലരും വിസ അപ്രൂവൽ കിട്ടിയാൽ യാത്ര കഴിഞ്ഞെന്ന് കരുതുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ജർമ്മനിയിലേക്കുള്ള ജീവിതം തുടങ്ങുന്നത് എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷമാണ്. അവിടെ എത്തി സിം എവിടെ നിന്ന് വാങ്ങും, ട്രെയിൻ എങ്ങനെ ഉപയോഗിക്കും, ഹോസ്റ്റ് ഓർഗനൈസേഷനെ എങ്ങനെ കോൺടാക്ട് ചെയ്യും, ഡോക്യുമെൻറ്റ്സ് എവിടെ സൂക്ഷിക്കും, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും അറിയാത്തതിനാൽ ആദ്യ ദിവസങ്ങൾ പലർക്കും സ്ട്രെസ്സായിട്ട് മാറും. ജർമ്മനിയിൽ പോകുന്നതിന് മുൻപ് ഈ ചെക്ക് ലിസ്റ്റ് നിർബന്ധമായും പൂർത്തിയാക്കുക. എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും കോപ്പീസും സ്കാൻ ചെയ്ത് ക്ലൗഡിൽ സേവ് ചെയ്യുക. പാസ്പോർട്ട്, വിസ, ഇൻഷുറൻസ്, ഹോസ്റ്റ് കോൺട്രാക്ട് എന്നിവ പ്രത്യേകം ഫോൾഡറിൽ സൂക്ഷിക്കുക. ഹോസ്റ്റ് ഓർഗനൈസേഷൻ്റെ അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ, അതുപോലെ തന്നെ എമർജൻസി കോൺടാക്റ്റ് എന്നിവ നോട്ട് ചെയ്യുക. ജർമ്മനിയിലെ ആദ്യ ദിവസങ്ങളിലെ യാത്ര എങ്ങനെയെന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. കുറച്ച് യൂറോ ക്യാഷ് കയ്യിൽ കരുതുക. ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക. ആവശ്യമായ മരുന്നുകൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി കരുതുക. ബേസിക് ജർമ്മൻ കോൺവെർസേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. വെതർ അനുസരിച്ച് ആവശ്യമായ വസ്ത്രങ്ങൾ പാക്ക് ചെയ്യുക. ഫാമിലിയുമായി എല്ലാ യാത്രാ വിവരങ്ങളും ഷെയർ ചെയ്യുക. പ്രിപ്പറേഷൻ നല്ലതാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവും. ജർമ്മനിയിലേക്കുള്ള യാത്ര ഒരു ഫ്ലൈറ്റ് ജേർണി മാത്രമല്ല, ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ആ ഒരു തുടക്കം സമാധാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും കൂടെ ആക്കാൻ ഇന്ന് തന്നെ തയ്യാറെടുപ്പ് തുടങ്ങാം. ഈ ഒരു വീഡിയോ സേവ് ചെയ്യുക. ജർമ്മനിയിലേക്ക് ഉടൻ പോകാൻ നിൽക്കുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്യുക. കമൻറ്റിൽ റെഡി ഫോർ ജർമ്മനി എന്ന് എഴുതുക. അടുത്ത വീഡിയോയിൽ ഞാൻ ജർമ്മനിയിൽ എത്തിയാൽ ആദ്യം ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിശദീകരിക്കാം. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്